കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയ നെതന്യാഹുവിനൊപ്പമുള്ള ഭാര്യ സാറയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവർ പരസ്പരം കണ്ടാൽ പറയുന്ന സെയിം പിഞ്ച്, അതാണ് അവിടെ ലോകം കണ്ടത്. രണ്ട് നേതാക്കളും പരസ്പരം ഊഷ്മളമായി ആലിംഗനം ചെയ്തു. ഈ രംഗം ഇതിനകം തന്നെ ക്യാമറയിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ തത്സമയം പങ്കുവയ്ക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ ഭാര്യ സാറയും അവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയെ സാറയും സ്വാഗതം ചെയ്യുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നെതന്യാഹുവിന്റെ ഭാര്യ കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതായി വീഡിയോയിൽ കാണാം. പ്രധാനമന്ത്രി മോദിയുടെ സ്യൂട്ടിന്റെ പോക്കറ്റിൽ പോക്കറ്റ് സ്ക്വയർ ഓറഞ്ച് നിറത്തിലുള്ളതായിരുന്നു. ഇത് കണ്ട ഉടനെ നെതന്യാഹു ഒരു ചിരിയോടെ അത് സാറയെ ചൂണ്ടിക്കാണിക്കുകയും രണ്ടുപേർക്കും വസ്ത്രത്തിൽ ഒരേ നിറമാണ് എന്ന് പ്രധാനമന്ത്രി മോദിയോട് പറയുകയും ചെയ്തു. ആ നിമിഷം വളരെ മനോഹരമായി ആസ്വദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളരെ എന്താ പറയുക, അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന ആ ഒരു തമാശ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് അത് ശ്രദ്ധയിൽപ്പെടുത്തുക. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരിലും പുഞ്ചിരി വിടർത്തിയ ഒരു ദൃശ്യമായിരുന്നു അത്. പ്രധാനമന്ത്രി മോദിയും ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഈ ലഘുവായ ആശയവിനിമയം ലോകം മുഴുവൻ കണ്ടു. കാവ്യയെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവനയോട് പ്രധാനമന്ത്രി മോദിയും യോജിച്ചു. ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉപഭോക്താക്കൾ ഇതിനെ ഇസ്രയേൽ ഇന്ത്യ സൗഹൃദത്തിന്റെ പ്രതീകം എന്നാണ് വിളിക്കുന്നത്. എന്തായാലും കാവ്യ കണ്ടാൽ ഹാലിളകുന്നവർക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കമുണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കാവി എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കളറായി കഴിഞ്ഞു എന്നാണ് ഈ ദൃശ്യങ്ങൾക്ക് ശേഷം, ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന് ശേഷം പലരും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. കാഷായം എന്ന പ്രസിദ്ധമായ കാവ്യനിറം ഹിന്ദു ധർമ്മത്തിന്റെ പ്രതീകമായി സകലരും അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് അറിയുന്നവർ ചുരുക്കമാണ്. ധർമ്മധ്വജത്തിന്റെ, ഭഗവധ്വജത്തിന്റെ, വിശിഷ്യ സന്യാസത്തിന്റെ പ്രതീകമാണ് കാവി. മൂന്നിനും പക്ഷേ നേരിയ വ്യത്യാസമുണ്ട്. മഞ്ഞ കൂടുതലുള്ള കാവ്യാണ് ധർമ്മധ്വജത്തിന്, ചുവപ്പ് കൂടിയ കാവ്യാണ് ഭഗവധ്വജത്തിന്, ഇരുണ്ട കാവ്യാണ് സന്യാസത്തിന് വേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഭാരതത്തിൽ ഉള്ള മോദിയെ സ്നേഹിക്കുന്നവർ, മോദിയെ ബഹുമാനിക്കുന്നവർ, അതുപോലെ തന്നെ ഹിന്ദുമതത്തെ ആദരിക്കുന്നവർ, സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നവർ, അവരെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ ദൃശ്യം കണ്ടത്. വെള്ള, ചുവപ്പ്, കറുപ്പ്, ഇത് പകുതി അനുപാതത്തിൽ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറമാണ് ഏറ്റവും പരിശുദ്ധമായ കാവ്യനിറം. ഇത് പ്രായണ സന്യാസിമാർക്ക് വസ്ത്രമായി ഉപയോഗിക്കുന്നു. സത്വഗുണം വെള്ള, രജോ ഗുണം ചുവപ്പ്, തമോ ഗുണം കറുപ്പ്. ഈ മൂന്ന് ഗുണങ്ങളും തമ്മിൽ വേർതിരിക്കാനാവാതെ കലർത്തിക്കൊണ്ട് ഗുണങ്ങളിൽ വർത്തിച്ചാലും ഗുണരഹിതനായി സമഭാവനയായി നിൽക്കുന്ന സന്യാസി എന്നാണ് കാവ്യനിറം ധരിച്ചുകൊണ്ട് ഒരു സന്യാസി സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ മോദിക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. ഇസ്രായേൽ പാർലമെന്റിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചു. മോദി ഇസ്രായേലിന്റെ ഉറച്ച സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം ഇന്ത്യയെ മാറ്റിമറിച്ചു എന്നും നെസറ്റ് സ്പീക്കർ അമീർ ഒഹാന പ്രശംസിച്ചു. മുൻപ് മോദിയുമായി മെഡിറ്ററേനിയൻ തീരത്ത് ചിലവഴിച്ച സമയവും അദ്ദേഹം അനുസ്മരിച്ചു. അന്നു മുതൽ ഇന്നുവരെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയായും സഹകരണം മൂന്നിരട്ടിയായും വർദ്ധിപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. മോദി എന്നും സത്യത്തിനു വേണ്ടിയും ഇസ്രായേലിനൊപ്പം നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം നന്ദിയോടെ അനുസ്മരിച്ചു. ലോകമെമ്പാടും യഹൂദ വിരുദ്ധത വർദ്ധിക്കുമ്പോഴും ജൂത സമൂഹം ഒരിക്കലും പീഡിപ്പിക്കപ്പെടാത്ത, അവരെ എപ്പോഴും സ്വാഗതം ചെയ്ത ഒരു നാഗരികതയാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് ഇന്ത്യയോട് നെതന്യാഹു നന്ദി അറിയിച്ചു. ഇന്ത്യയും ഇസ്രായേലും ഇപ്പോൾ തങ്ങളുടെ കരുത്തിന്റെ കൊടുമുടിയിലാണ് എന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ.